ഹായ് ഹലോ ഹൗ ആർ യു എന്താ പരിപാടി എന്നല്ലേ തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ സബ്ജക്ട്. എന്തായാലും ഞാൻ പറയാം, കുട്ടികളും മൊബൈൽ ഫോണും നമുക്കും ബാധകമാണ്. വേറൊന്നുമല്ല, നമ്മളും മൊബൈലിന്റെ അകത്ത് അഡിക്റ്റഡ് ആണ്. സാധാരണ എനിക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ തുടങ്ങല്ലേ? ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? അതല്ലേ നല്ലത്. നിങ്ങൾ പോയി ഒരു ചായ എടുത്തോണ്ടോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഇനി നമുക്ക് മൊബൈൽ ഫോൺ, അതായത് സ്ക്രീൻ ടൈം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എന്തൊക്കെയായിരിക്കും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ മൊബൈലിൻ്റെ അകത്ത് എല്ലാവരും ഓൺലൈനിൽ ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഞാൻ മാത്രം എന്നെ ഒന്നിനും കൊള്ളത്തില്ല. അതോടെ അത് അവസാനിച്ചു. പിന്നെ എന്നാ, ക്രിയേറ്റിവിറ്റി. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടുക്കി ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കുന്നു, അത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതല്ലാതെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതുപോലെയാണെങ്കിൽ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അവര് ഒരു റൂമിന്റെ അകത്ത് മാത്രം അടച്ചിരിക്കുന്നു, നമുക്ക് പോലും അറിയത്തില്ല അവരുടെ ഫ്രണ്ട്സ് ആരാന്ന്. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന്റെ ആ ഒരു കപ്പാസിറ്റി എല്ലാം ലോ ആവുന്നു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു പറയാൻ പറ്റാവുന്ന ദൂഷ്യവശങ്ങൾ. ഇനി നമ്മൾ സംസാരിക്കുന്നത്, ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് തോന്നുന്നില്ലേ? നമ്മുടെ കൊച്ചു കേരളത്തില് നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു പെങ്കൊച്ച്. പക്ഷെ എന്നെ പ്രശ്നം എന്നറിയാമോ? എല്ലാത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ അതല്ല കേട്ടോ കൊച്ചിന്റെ പ്രശ്നം. പക്ഷെ ഈ കൊച്ചിന് കാരണവന്മാര് അവർക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേന്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കൊച്ചിന് സ്കൂളിൽ പോകണ്ട, നല്ല ഡ്രസ്സ് ഇടണ്ട, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അവര് അത്യാവശ്യം നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു. അവരുമായിട്ട് സംസാരിച്ചു. ആ കൊച്ച് പതുക്കെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കൊച്ച് ഗെയിമിന് അഡിക്റ്റഡ് ആയിരുന്നു. ആ കുട്ടിയുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് പൈസയും പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം. ഇത് ഒരു കാര്യം, ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർക്ക് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കേട്ട് അറിഞ്ഞേക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ പ്രശ്നത്തിന് ഇപ്പൊ നമുക്ക് പരിഹാരം ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചു വെച്ചാലോ? പറയേ വേണ്ട. പിള്ളേര് സ്ക്രീൻ ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നു, സാധനങ്ങളെല്ലാം പൊട്ടിക്കുന്നു. ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വരും, സ്വാഭാവികം. അപ്പോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഈ പിള്ളേരുടെ ഒരു ഇഷ്ടങ്ങളുണ്ടോ, നമ്മൾ മറന്നു പോയേക്കുന്ന ഇഷ്ടങ്ങൾ. നമുക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് ഈ പിള്ളേർ ഇതിന്റെ പുറകെ പോയതെന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഇരുന്ന് സമയമെടുത്ത് ആലോചിക്കണം. ചിലപ്പോ പിള്ളേർക്ക് പെയിന്റിംഗ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കും, ഡാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നും വേണ്ട കരാട്ടെ ആയിരിക്കും, സൊക്കർ ആയിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഇല്ലാത്ത പിള്ളേരുണ്ടാവില്ല. അവരുടെ ഇഷ്ടങ്ങളെ തേടിപ്പോണം. അതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. ആ ഇഷ്ടങ്ങളെ തേടിപ്പോയി ഇഷ്ടങ്ങൾ കണ്ടുപിടിച്ച് അത് അവർക്ക് സാധിച്ചു കൊടുക്കണം. പെയിന്റിംഗ് ആണെങ്കിൽ പെയിന്റിംഗ് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കണമെന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അത് നമുക്കുള്ള ഒരു ഇച്ചിരി പണിയാണ്, പക്ഷെ ചെയ്യണം കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. നിങ്ങള് കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം, ആ സമയമാണ് മൊബൈൽ ഫോണിൽ നിന്നും അവരെ രക്ഷിക്കാൻ നമുക്ക് പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ അടുക്കളയിലാണോ? നിങ്ങൾ പിള്ളേരെ ഇങ്ങോട്ട് വിളിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണമെന്നേ. അപ്പൊ പറയുന്നത് എന്നാ അറിയോ? പിള്ളേര് വരില്ല, ഒരു രക്ഷയില്ല. ആരാ പറഞ്ഞു വരികയെന്ന്? ഒരു 10 ദിവസം അടുപ്പിച്ചൊന്ന് വിളിച്ചു നോക്കിക്കേ, അവര് വരും, തീർച്ചയായിട്ടും അവര് വരും. അപ്പൊ അവരുടെ കൂടെ ഇരുന്ന് കഥകൾ പറഞ്ഞു കൊടുക്കണം. എന്ത് കഥകളാണെന്നറിയോ? നിങ്ങൾ നടന്നുപോയ വഴികളുണ്ടാവും, നിങ്ങൾ കരഞ്ഞേക്കുന്ന കഥകളുണ്ടാവും പറയാൻ നിങ്ങൾക്ക്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകള്, നിങ്ങളുടെ കഷ്ടപ്പാടുകള്, നിങ്ങളുടെ വിജയങ്ങള്, ഇതെല്ലാം അവരറിഞ്ഞു വളരണം. ഗൂഗിളും ചാറ്റ്ജിപിറ്റി ഒന്നും അല്ല, ലൈഫ് എക്സ്പീരിയൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതൊക്കെയാണ് മക്കൾ അറിയുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ മക്കളാണ്, അവര് വരും. ഇത്രയും ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാനൊരു അമ്മയും കൂടെയാണ്. അപ്പം മറ്റൊന്നുമില്ല, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. See you soon. Sina Francis, certified life coach and mindset transformation trainer.